യേശുവിൻ്റെ കണ്ണുകളിലൂടെ. ഭക്ഷണത്തിന് ശേഷം ഒരുമിച്ചിരുന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ഞങ്ങൾ. യാക്കോബ് പറഞ്ഞു, ഗുരു, ആ തടാകത്തിൽ പോയതാണ് ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ചത്. എന്തു രുചിയുള്ളതായിരുന്നു മീൻ! അത് കുറച്ചൊന്നുമല്ലായിരുന്നല്ലോ. അതൊന്നുമല്ല, ആ കുഷ്ഠരോഗിയുടെ വീട്ടിലെ അനുഭവമായിരുന്നു ഏറ്റവും നന്നായതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫിലിപ്പോസ് പറഞ്ഞു. ആ നല്ല മനുഷ്യൻ്റെ രോഗശാന്തി ഫിലിപ്പോസിൻ്റെ ഹൃദയത്തിൽ ഉളവാക്കിയ ആനന്ദം എനിക്ക് കാണാനായി. പത്രോസ് പറഞ്ഞു, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രാധാന്യമുള്ളതായിരുന്നു എല്ലാ നിമിഷങ്ങളും. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതും, മീൻ ഭക്ഷിച്ചതും, ദേവാലയത്തിൽ പ്രാർത്ഥിച്ചതും, കുട്ടിക്ക് ജീവനേകിയതും, ദൈവവചനത്താൽ ആളുകളെ പൂരിതരാക്കിയതും, എല്ലാ നിമിഷങ്ങളും ആനന്ദകരമായിരുന്നു. എല്ലാ അനുഭവങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. പത്രോസ് അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് സംസാരിച്ചതെന്നും പറഞ്ഞതൊക്കെയും ആത്മാർത്ഥമായിട്ടാണെന്നും ഞാൻ അറിഞ്ഞിരുന്നു. എൻ്റെ വിശ്വസ സ്നേഹിതനായ പത്രോസ് ഞാൻ എൻ്റെ പിതാവിനരികിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ എൻ്റെ മക്കളെ നയിക്കുവാനുള്ള സവിശേഷ വരദാനം തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള കാര്യം ഇതുവരെയും അറിഞ്ഞിട്ടില്ല. പത്രോസ് പറഞ്ഞതുപോലെ എല്ലാ നിമിഷങ്ങളും പ്രാധാന്യമുള്ളതായിരുന്നു എന്നാണ് എനിക്കും തോന്നിയത്. എന്നാൽ ഗ്രാമവാസികളുടെ നന്ദി പ്രകടനങ്ങളും അവർ നമുക്ക് തന്ന സമ്മാനങ്ങളും എൻ്റെ ഹൃദയത്തിന് കൂടുതൽ ചൂട് പകർന്നു. എല്ലാവരും യൂദാസിനെ നോക്കി. ചിലർ അവിശ്വാസത്തോടെ, മറ്റു ചിലർ സഹതാപത്തോടെ. യൂദാസ്, നീ സ്വന്തം കീശയെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തകൾ കുറച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് കൂടുതലായി ചിന്തിക്കുവാൻ ആരംഭിക്കേണ്ടിയിരിക്കുന്നു, തോമസ് പറഞ്ഞു. ആവശ്യക്കാരൻ്റെ നേരെ തുറന്നൊരു ഹൃദയമാണ് എൻ്റേത്, യൂദാസ് പ്രതിരോധിച്ചു. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ദുർഘടം പിടിച്ച വഴിയെ ഞാൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്? പെട്ടെന്ന് പതറിപ്പോയി അവർ വിസ്മയിച്ചു. അതെ, എന്തിനാണ്? തീർച്ചയായും അവൻ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. യൂദാസ്, ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയ സ്നേഹിത, ഭൗതിക കാര്യങ്ങളെക്കുറിച്ചും അല്പം കുറച്ച് ചിന്തിക്കുവാൻ ശ്രമിക്കുക. നിന്റെ ആത്മാവിനെക്കുറിച്ച് കൂടുതലും. പലപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണതെന്ന് എനിക്കറിയാം. വിശിഷ്യ തണുപ്പിലും വിശപ്പിലും വലയുമ്പോൾ അപ്പോൾ ഭൗതിക സമ്പത്ത് വളരെ പ്രാധാന്യമുള്ളതായി തോന്നും. എന്നാൽ ധാരാളമുള്ള സമ്പന്നരെ നോക്കുക. സമ്പത്ത് കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ ആകുലരാകുന്നവരെ നോക്കൂ. എപ്രകാരം അവർ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണമെന്ന് അവർ ചിന്തിച്ച് വലയുന്നു. എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കണമെന്നും, കൂടെയുള്ളവർ യഥാർത്ഥ സുഹൃത്തുക്കളാണോ അതോ പണം കണ്ടിട്ട് കൂടെ കൂടിയിരിക്കുന്നവരാണോ എന്നും അവർ ആകുലപ്പെടുന്നു. അവർക്ക് ആകുലതയുടെ ഒരു ജീവിതം തന്നെ. എന്നാൽ എല്ലാവരെയും പോലെ അവരും മരിക്കുന്നു. ലോകത്തിലെ ഒരു സമ്പത്തിനും മരണത്തെ തടയാനാവില്ല. ഈ ലോകത്തിലെ സമ്പത്തൊന്നും കൂടെ കൊണ്ടുപോകാനാവില്ലെന്നും ആത്മാവിൻ്റെ സമ്പത്ത് മാത്രമാണ് കൂടെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂവെന്നും മരണത്തിലാർന്നവർ കണ്ടെത്തുന്നു. മരണത്തിലാണ് ഭൗതിക വസ്തുക്കളെ യഥാർത്ഥ മൂല്യം കാണുന്നത്. അപ്പോൾ അത് യാതൊരു വിലയുമില്ലാത്തതായി തീരും. ഒരുപക്ഷെ കേമമായൊരു ശവപ്പെട്ടിയും വലിയ ശവകുടീരവും അവർക്ക് ലഭിച്ചേക്കും. എന്നാൽ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകുന്ന ആത്മീയ സമ്പത്തില്ലാതെ ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? യൂദാസ് ചുറ്റും നോക്കി. സ്വയം ചെറുതാകാനെന്നതുപോലെ അവന് തോന്നി. ഒരിക്കൽ കൂടി അവൻ മുറിയപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരും തനിക്കെതിരാണെന്ന് തോന്നൽ അവനുണ്ടായി. അവന് തന്നെക്കുറിച്ച് ദുഃഖം തോന്നി. അപ്പോൾ പത്രോസ് അവൻ്റെ പുറത്ത് തട്ടി. എന്നിട്ട് ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല സ്നേഹിത, നമ്മളെല്ലാവരെയും പഠിക്കുകയാണ്. നീ ഒരു ബുദ്ധിമുട്ടായി കാണരുത്. യൂദാസ് അവനെ നോക്കി ഒരു വാടിയ ചിരി സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു, നന്ദി, നിനക്കത് മനസ്സിലായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ ഉറങ്ങുവാൻ കിടന്നു. മത്തായിയാണ് എൻ്റെ അരികിൽ കിടന്നത്. ഗുരു, ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ചീത്ത സ്വപ്നങ്ങൾ വരാറുണ്ട്, അല്ലെങ്കിൽ ചീത്ത പ്രവർത്തികൾ ഏർപ്പെടുന്നതായും സ്വപ്നം കാണാറുണ്ട്. ഇത് തെറ്റാണോ? അവൻ ചോദിച്ചു. മത്തായി, നീ ഏറ്റവും പ്രലോഭിക്കപ്പെടാൻ പോകുന്ന അവസ്ഥയിൽ പിശാച് തന്നെ ചിന്താക്കുഴപ്പത്തിലാക്കുമെന്ന് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യണം. ദൈവത്തോട് കൂടുതൽ അടുത്തായിരിക്കുന്നവർ ഉറങ്ങുമ്പോൾ മാത്രമേ അവർ തന്ത്രങ്ങൾ നടക്കുകയുള്ളൂ. ഉറക്കത്തിൽ നിനക്ക് വേണ്ടാത്തത് ഉണർന്നിരിക്കുമ്പോൾ നീ വേണ്ടെന്ന് വെക്കുന്നതാണെങ്കിൽ അതൊരു പാപമല്ല. എന്നാൽ തിന്മയുടെയോ ഭോഗാഴ്ചയുടെയോ അല്ലെങ്കിൽ അത്യാർത്ഥിയുടെയോ സ്വപ്നങ്ങൾ നീ സ്വാഗതം ചെയ്യുമ്പോഴാണ് അത് പാപമാകുന്നത്. ഞാൻ മറുപടി പറഞ്ഞു, പക്ഷേ കർത്താവേ, അവെല്ലായ്പ്പോഴുമുള്ളതായി അനുഭവപ്പെടുന്നു. ഞാൻ ഉണരുമ്പോൾ എന്നിപ്രകാരം സംഭവിക്കാൻ അനുവദിച്ചതിൽ എനിക്ക് വല്ലാത്ത ഇച്ഛാഭംഗം തോന്നും. മത്തായി താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, എൻ്റെ സ്നേഹിത, നിനക്കിപ്രകാരം തോന്നുന്നുകൊണ്ട് തന്നെ നീ ഈ വക കാര്യങ്ങളെ സ്വാഗതം ചെയ്യുന്നില്ല, മറിച്ച് നിരസിക്കുകയാണെന്ന് തെളിവാണ്.
അവൻ ഈ വക ചിന്തകൾ നിന്റെ മനസ്സിൽ നിക്ഷേപിക്കുന്നത് നിന്റെ തെറ്റല്ല, എന്നാൽ ദൈവത്തോടുള്ള സ്നേഹമാണ് അത് നിരസിക്കുവാൻ നിന്നെ സഹായിക്കുന്നത്. ഇത്രയേറെ ആകുലപ്പെടരുത്. ഈ വക ചിന്തകൾ നീ നിരസിക്കുന്നിടത്തോളം കാലം നീ പാപം ചെയ്യുന്നില്ല. മത്തായി കൂടുതൽ സന്തോഷിക്കുവാനായി കാണപ്പെട്ടു. കാരണം ഇതുവരെയും ഞാൻ തെറ്റുകാരനാണോ ചിന്ത അവനെ വല്ലാതെ ആകുലപ്പെടുത്തിയിരുന്നു. നമ്മുടെ മുമ്പിൽ നിർത്തപ്പെട്ട തിന്മ നമ്മുടെ തെറ്റുകാരാക്കുന്നില്ല, പ്രത്യുത അത് അംഗീകരിച്ച് സ്വീകരിക്കുമ്പോഴാണ് അത് തിന്മയായി തീരുന്നതെന്ന് അവന് മനസ്സിലായി. കണ്ണുകൾ പൂട്ടി അവൻ സുഖമായി ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ കനത്ത മഴയായിരുന്നു. ഞങ്ങൾ ജനാല വഴി മുറ്റത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ തോമസ് പറഞ്ഞു, ഇന്ന് നമുക്ക് ഒരിടത്ത് പോകുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ പിതാവ് നിറഞ്ഞിരുന്നു. സിനഗോഗിൽ പോയി പ്രാർത്ഥിക്കുവാനും തിരുവെഴുത്ത് വായിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, സിനഗോഗ് അത്ര ദൂരെയൊന്നുമല്ല, കുറച്ച് സമയത്തേക്ക് അവിടെ നമുക്ക് പോകാം. പക്ഷേ നിങ്ങൾ നനഞ്ഞു കുതിരും. ഞങ്ങളുടെ ആരുതേയർ പറഞ്ഞു, അല്പം മഴ ഒരു കുഴപ്പവും വരുത്തുകയില്ല. ഞാൻ മറുപടി പറഞ്ഞുകൊണ്ട് വാതിലിലൂടെ പുറത്തു കടന്നു. മറ്റുള്ളവർ അനുഗമിച്ചു. അപ്പോൾ പെട്ടെന്ന് മഴ നിലച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? പത്രോസ് പറഞ്ഞു, ഒരു നിമിഷം മുമ്പ് വരെ ഭയങ്കര മഴയായിരുന്നു. ഞാൻ തിരിഞ്ഞ് അവനെ നോക്കി, പുഞ്ചിരിച്ചു. ഒന്നും പറയാതെ തന്നെ അവനെല്ലാം മനസ്സിലായി. ഞങ്ങൾ സിനഗോഗിൽ പ്രവേശിച്ചു. തിരുവെഴുത്തുകൾ വായിക്കാൻ ആരംഭിച്ചു. യോന പ്രവാചകനെയും നിനവ നിവാസികളെ സംബന്ധിച്ച് ഭാഗം വായിക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്ന് ആരോ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അത് യേശുവാണ്, നസ്രായക്കാരൻ. ദേവാലയത്തിലുള്ളവർ എന്നെ തിരിഞ്ഞു നോക്കി. ഞാൻ സംസാരിക്കുന്ന പ്രതീക്ഷയോടെ കാത്തു. എൻ്റെ സഹോദരരെ, ഇന്ന് യോനയെക്കുറിച്ചും അവൻ എപ്രകാരം നിലവിൽ എത്തിച്ചേർന്നുവെന്നും ആളുകളോട് ഒരു മാറ്റത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചുവെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഹൃദയങ്ങളിൽ ദൈവത്തെ പ്രതീക്ഷിച്ചതുകൊണ്ട് നിനവെ നിവാസികൾ പശ്ചാത്തപിക്കുകയും പാപമോചനത്തിനായി അപേക്ഷിക്കുകയും ദൈവസ്നേഹത്തിനായി യാചിക്കുകയും ചെയ്തു. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രസ്തുത ഭാഗം മനസ്സിലാക്കുന്നത് ഈ തലമുറയ്ക്കൊരു പാഠമായിരിക്കും. പശ്ചാത്താപം ആവശ്യപ്പെടുന്നതുകൊണ്ടും പാപമോചനം വാഗ്ദാനം ചെയ്തതുകൊണ്ടും ദൈവത്തിന്റെ സ്നേഹം മക്കളുടെ മേൽ ചൊരിയുന്നു. എന്നാൽ വചനത്തിലെ സത്യം ദർശിച്ച നിനവേക്കാർക്ക് അനുരൂപമല്ലാത്ത ഈ തലമുറ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും ദാനങ്ങളും സ്വീകരിക്കുവാൻ കൂട്ടാക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തിന് നേരെ ഹൃദയം കെട്ടിയടക്കിക്കൊണ്ട് ഈ തലമുറ അവരവരുടെ സുസ്ഥിതി, സ്ഥാനമാനങ്ങൾ, സമ്പത്ത് എന്നിവയെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്നു. ഈ തലമുറയെക്കുറിച്ച് നിനവേവാസികൾ ലജ്ജിക്കും. ഞാൻ മൗനമായി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അല്പനേരം ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ച ശേഷം ഒരു ഫരിസേയൻ എഴുന്നേറ്റ് നിന്നു. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് സംസാരിക്കുന്നത്? അയാൾ കനത്ത സ്ഥലത്ത് ചോദിച്ചു, ഞങ്ങളെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തുവാൻ നീ ആരാണ്? ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ദേവാലയത്തിൽ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നുമുണ്ട്. എന്തു ധിക്കാരത്തോടെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇരിക്കുമ്പോൾ എന്നെ തിരിച്ചു നോക്കുന്നുണ്ടായിരുന്നു അയാൾ. ഞാൻ മൗനം തുടർന്നപ്പോൾ മറ്റൊരാൾ പറയുവാൻ ആരംഭിച്ചു, ഞങ്ങളെ കുറ്റപ്പെടുത്തുവാൻ നീ ആരാണ്? വർഷങ്ങളായി ലിഖിതങ്ങൾ പഠിക്കുന്ന ഞങ്ങൾ പോലും ദർശിക്കാത്ത അർത്ഥങ്ങൾ കണ്ടെത്തി അവ വ്യാഖ്യാനിക്കാൻ മാത്രം നീ ആരാണ്? ആരാണ് നിന്റെ ഗുരു? ഇപ്രകാരം സംസാരിക്കുവാൻ ആരാണോ നിന്നെ പഠിപ്പിച്ചത്? ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നെ നിശബ്ദത ശിഷ്യന്മാരെ പരിഭ്രാന്തരും അസ്വസ്ഥരുമാക്കി. പുറത്തു പോകൂ, ദൈവദൂഷണം പറയുന്നവനെ പുറത്ത് കിടക്ക്, പുറത്ത് കിടക്ക്, മേലാൽ ഇങ്ങോട്ട് വരരുത്. മറ്റൊരാൾ അട്ടഹസിച്ചു. ദേവാലയത്തിലുള്ള ആളുകൾ കൂടുതൽ ബഹളം വയ്ക്കുവാനും അട്ടഹസിക്കുവാനും തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ദൈവസ്നേഹത്തിലായിരിക്കുന്നവർക്ക് സ്നേഹം മാത്രം ദർശിക്കുവാനുള്ളൂ, വെറുക്കാനാവില്ല. ദൈവസ്നേഹത്തിൽ നിങ്ങൾ ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കുന്നവർ ഉള്ളിൽ ബോധ്യമുള്ള കാര്യങ്ങളെ നിരാകരിക്കുകയില്ല. ഈ തലമുറ സ്വയം ശിക്ഷ വിധിക്കുന്നു. അവരതറിയുന്നുമില്ല. അവരുടെ എതിർപ്പ് കൂടുതൽ ശക്തമാവുകയും ഒരു പറ്റം ആളുകൾ എന്നെ വളയുകയും ചെയ്തു. പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഗുരു, അവർ അക്രമാസക്തരാകുന്നതിന് മുമ്പ് നമുക്ക് പോകാം. എൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഞാൻ ശിമിയോനോട് യാത്ര പറയുവാനായി അവൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി. ശിമിയോനോട് സംസാരിച്ച ശേഷം ഞങ്ങൾ പോകുവാൻ ഒരുങ്ങുമ്പോൾ വീടിന് വെളിയിൽ ബഹളം കേട്ടു തുടങ്ങി. സിനഗോഗിൽ നിന്നുള്ളവരായിരുന്നു അത്. പുരോഹിതന്മാരും സിനഗോഗിൻ്റെ കാവൽക്കാരുമൊക്കെ ഉണ്ടായിരുന്നു. അവർ എന്നെയാണ് വിളിക്കുന്നത്. ഞാൻ പുറത്തിറങ്ങി ചെന്ന് തങ്ങളെ നേരിടുവാൻ ആഹ്വാനം ചെയ്യുകയാണ് അവർ. ശിമിയോൻ പറഞ്ഞു, നിങ്ങൾ വീടിൻ്റെ വശത്തുള്ള വാതിലിലൂടെ പെട്ടെന്ന് പോകുന്നതാണ് ഉത്തമം. അല്ലാത്ത പക്ഷം അവർ നിങ്ങളെ കല്ലെറിയും. നന്ദി സ്നേഹിത, നിന്റെ ഉദാരതയ്ക്കും സഹായത്തിനുമൊക്കെ നന്ദി. വശത്തിൻ്റെ വാതിലിലൂടെ പുറത്തു കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കഫർനാമിന് അതിർത്തിലെത്തിയ ശേഷം ഞങ്ങൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോഴും ശിമിയോന്റെ വീട്ടുമുറ്റത്ത് ആൾക്കൂട്ടം കാണാമായിരുന്നു.